എല്ലാവർക്കും കാറ്റത്തേക്കിലേക്ക് കൂടുന്ന സൂപ്പർ കിറ്റ് പരമ്പരയുടെ സൂപ്പർ എപ്പിസോഡുകളിലേക്ക് സ്വാഗതം. അതിനുമുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നലെ വരെ നമ്മൾ അപ്കമിങ് വിശേഷങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും രാവിലെ 9 മണിക്കായിരുന്നു അപ്കമിങ് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരുപാട് ദൂരത്തിൽ നമ്മൾ അപ്കമിങ് വിശേഷം പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ കുറച്ച് ആളുകളിലേക്ക് അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മൾ ഇനി മുതൽ എപ്പിസോഡുകൾ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എപ്പിസോഡുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം വരും ദിവസത്തെ അല്ലെങ്കിൽ നാളത്തെ എപ്പിസോഡിലേക്ക് വരുമ്പോൾ കാണാൻ പോകുന്ന വളരെ സങ്കടകരമാകുന്ന ഒരു ഭാഗം തന്നെയാണ്. നമ്മുടെ സുഭാഷിൻ്റെ സമതല തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യമൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അതിനോടൊപ്പം ഏറെ സന്തോഷം ഉണ്ടാക്കുന്ന ചില ഭാഗങ്ങളും നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുഭാഷ് സുനന്ദയുടെ വിവാഹം അവിടെ കെംകേമമായി നടത്തുവാൻ വേണ്ടി ആളും ആരവങ്ങളും പാട്ടും കൂത്തും മേളവും ഒക്കെ ആയിട്ട് ആഘോഷിക്കുക അല്ലേ. എന്നാൽ മറ്റു സ്ഥലത്ത് അല്ലെങ്കിൽ സുഭാഷിൻ്റെ വീട്ടിലാണെങ്കിൽ വളരെ നിരാശയോടുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ സുഭാഷ് ഈ ആഹാരം ഉണ്ടാക്കുന്നത് പോലും ശ്രദ്ധയില്ലാതെ വരുന്നു. അതുപോലെ ആഹാരം കഴിക്കുമ്പോൾ ശ്രദ്ധയില്ലാതെ വരുന്നു. തൻ്റെ അനിയന്മാരോട് എന്താണ് സംസാരിക്കേണ്ടതെന്ന് പോലും അറിയാത്ത സുഭാഷിനെ നമ്മൾ വരുന്ന നാളത്തെ എപ്പിസോഡിൽ കാണാം. അങ്ങനെ ഇത് കണ്ട് മനസ്സിലാക്കിയ നിധിയും സുധീഷും ഹരീഷും നികേഷൊക്കെ ചേട്ടൻ അത്രത്തോളം സുനന്ദയെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെങ്കിൽ അത് തുറന്നു പറയാൻ സുഭാഷ് ചേട്ടന് കഴിയില്ല. തൻ്റെ അനിയന്മാർക്ക് വേണ്ടിയും തൻ്റെ വീടിനും വേണ്ടി താൻ ഒരുപാട് ത്യാഗം ചെയ്യുന്നുണ്ട് എന്നൊക്കെ എല്ലാവരും മനസ്സിലാക്കി അവർ സുഭാഷേട്ടൻ്റെ നിരാശ എങ്ങനെയെങ്കിലും നമുക്ക് മാറ്റിയെടുക്കണം എന്നൊരു തീരുമാനമെടുക്കുകയാണ്. ഇതിനിടയിൽ സുഭാഷ് വളരെ നിരാശയോടുകൂടി റൂമിൽ പോയി കിടക്കുക, ഉറങ്ങുന്നില്ല, ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണോ. കാരണം അപ്പുറം പാട്ടും മേളവും ഒക്കെയായിട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് തന്നെ സുഭാഷ് കടലിൽ പോയി സങ്കടം സഹിക്കാൻ വയ്യാതെ സുനന്ദ എല്ലാ ദിവസവും വന്ന് തൻ്റെ മുൻപിൽ അല്ലെങ്കിൽ താൻ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്ന് വഴക്കുണ്ടാക്കുകയും അതുപോലെ തൻ്റെ കയ്യിൽ നിന്ന് ആഹാരം മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ സുനന്ദ സുഭാഷ് ഇങ്ങനെ ഓർത്തെടുക്കുകയാണോ. അതേ സമയത്ത് തന്നെ നമ്മുടെ സുനന്ദയുടെ വീട്ടിൽ ആഘോഷങ്ങളും ആരവങ്ങളും പാട്ടും മേളം ഉണ്ടെങ്കിലും സുനന്ദയുടെ അവസ്ഥയും വളരെ സുഭാഷിനെ പോലെ തന്നെയാണ്. കരഞ്ഞ കണ്ണുമായിട്ട് നിൽക്കുന്ന സുനന്ദയാണ് മുറിക്കുള്ളിൽ കാണുന്നത്. ഈ സമയത്ത് സുനന്ദയുടെ അമ്മ കയറി വന്നിട്ട് സുനന്ദയോട് പറയാണ്, മോളെ നീ എന്താണ് ഇങ്ങനെ, നാളെ കല്യാണമാണ് നടക്കാൻ പോകുന്നത്, നീ ഇങ്ങനെ കരഞ്ഞ കണ്ണുമായിട്ടിരുന്ന് കഴിഞ്ഞാൽ നാളെ ആളുകൾ വരുമ്പോൾ എന്ത് പറയും, നീ ഇന്ന് ഉഷാറായിട്ടിരിക്കുന്ന നിൻ്റെ ഭാവിക്ക് വേണ്ടിയല്ലേ അച്ഛനും അമ്മയും ഞങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യുന്നത്, നീ നാളെ പുതിയൊരു വിവാഹമൊക്കെ ചെയ്ത് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾ ചെയ്തത് നല്ലതായിരുന്നു എന്ന് നിനക്ക് തോന്നുന്നൊരു ദിവസമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നിനക്ക് നഷ്ടമായി, അല്ലെങ്കിൽ നിനക്ക് ഈ വിവാഹം നടക്കുന്നത് കൊണ്ട് നിനക്ക് ലാഭം തന്നെ ഉള്ളൂ, അല്ലെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് നീ കരുതുന്നതൊക്കെ വെറും ഒന്നുമില്ലാത്ത കാര്യമാണ് എന്നൊക്കെ നീ ഓർത്തെടുക്കും. അതുകൊണ്ട് എത്രയും വേഗം നീ എന്നൊക്കെ ഉഷാറായിട്ട് ആളുകളൊക്കെ വരുന്നുണ്ട്, നീ ഒരുങ്ങി നിൽക്കാൻ പറയാട്ടോ. ഈ സമയത്ത് സുനന്ദ വീണ്ടും ഒന്നും പറയുന്നില്ല, ഉത്തരവൊന്നും പറയാതെ കരഞ്ഞ് അവിടെ കട്ടിലിൽ കുത്തിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ. അതിനുശേഷം കാണുന്നത് മറുഭാഗത്തപ്പോൾ വീണ്ടും സുഭാഷിൻ്റെ വീട്ടിൽ നികേഷും ഹരീഷും സുധീഷും കൂടെ നിധിയുമായിട്ട് സംസാരിക്കുകയാണ്. സുഭാഷേട്ടൻ വളരെ നിരാശയുണ്ട്, എന്ത് ചെയ്യാനാ, അങ്ങനെ സുഭാഷേട്ടൻ അത് തന്നെ ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ ത്യാഗമൊക്കെ സഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സുഭാഷേട്ടനെ ആശ്വസിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രി ഒരുപാട് സമയമായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നിധി വെളിയിലേക്ക് നോക്കുമ്പോൾ ഒരാൾ അകത്തേക്ക് നടന്നു വരുന്ന ഒരു കാഴ്ച കാണും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നിധി വെളിയിലേക്ക് വാതിക്കലേക്ക് ചെല്ലുമ്പോൾ ഒരു സ്ത്രീയാണ് ഈ രാത്രിയിൽ ഇരുട്ടത്ത് സുഭാഷിൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. പെട്ടെന്ന് നിധി ഒന്ന് ഞെട്ടുന്നുണ്ട്. ഞെട്ടിക്കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നോക്കിയപ്പോൾ വേറെ ആരുമല്ല, സുനന്ദയാണ്. സുനന്ദ രാത്രിയിൽ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. രാത്രിയിൽ സുനന്ദ പെട്ടെന്ന് നിധിയുടെ മുൻപിൽ വന്ന് നിൽക്കുക. അപ്പം നിധി ചോദിക്കുക, എന്താ സുനന്ദ ഈ സമയത്ത് എന്ത് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് കരഞ്ഞുകൊണ്ടാണ് സുനന്ദ അവിടെ നിൽക്കുന്നത്. എന്ത് പറ്റി എന്ന് വീണ്ടും നിധി ചോദിക്കുക. അകത്തേക്ക് കയറി വരാൻ പറയുക. അങ്ങനെ രാത്രി ആയതുകൊണ്ട് തന്നെ സുനന്ദയെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് വരുമ്പോൾ പൊട്ടിക്കരയുന്ന സുനന്ദനെ കാണുന്ന നാളത്തെ എപ്പിസോഡിലിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, നിധി എനിക്ക് പറ്റില്ല, എനിക്ക് ഈ വിവാഹം വേണ്ട, എനിക്ക് സുഭാഷേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുക. അപ്പം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇന്ന് വന്നപ്പോൾ സുധീഷും നികേഷും ഹരീഷും എണീറ്റ് വരും കേട്ടോ. എണീറ്റ് വന്നിട്ട് പെട്ടെന്ന് ഇത് സുനന്ദയെ കണ്ടപ്പം ഹരീഷിനും ദേഷ്യം വരുന്നുണ്ട്. അപ്പം കാരണം ഒരുപാട് ഇവരെ സുഭാഷിനെയും സുനന്ദയും ഒന്നിപ്പിക്കുവാനും വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയതാണ്. എന്നാൽ സുനന്ദ അവിടെയെല്ലാം വരാതെ അല്ലെങ്കിൽ ചതിച്ചിട്ട് പോയി എന്നൊരു ധാരണയിൽ
ഹരീഷും സുധീഷും ചൂടാകുന്നുണ്ടോ സുനന്ദയോട്? നീ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത്? ഉള്ള സമാധാനം കളയാൻ വേണ്ടിയാണോ? ഇനിയിപ്പോൾ അവർ നിൻ്റെ വീട്ടുകാർ ഇതറിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് കൊടുവാളമായിട്ട് വരാൻ. പോകാൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയാം. അപ്പോൾ പെട്ടെന്ന് നിധി പറയാണ്, സുഭാഷ എന്ന് സുധീഷ ഒന്നും മിണ്ടാതിരിക്കുക, എന്താണെന്ന് അറിയട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുനന്ദ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുക. നിധിയോടായിട്ട് പറയാം, ഇല്ല എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ പോകില്ല, എനിക്ക് സുഭാഷേട്ടൻ ഇല്ലാത്തൊരു ജീവിതമില്ല, എനിക്ക് സുഭാഷേട്ടനെ മറക്കാൻ പറ്റില്ല നിധി, എനിക്ക് ഈ വിവാഹം അമ്മയും അച്ഛനും നിശ്ചയിച്ചിരിക്കുന്ന വിവാഹം എനിക്ക് വേണ്ട എന്ന് പറയുക. അപ്പോൾ പെട്ടെന്ന് നിധി പറയാം, സുനന്ദ നാളെയല്ലേ കല്യാണം, ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? നിനക്ക് സുഭാഷേട്ടനെ അത്ര ഇഷ്ടമായിരുന്നുവെങ്കിൽ ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടായിരുന്നു, ഈ അവസാന നിമിഷത്തിൽ എന്ത് ചെയ്യാനാണ് എന്ന് നിധി ചോദിക്കുക കേട്ടോ. അപ്പോൾ അതൊന്നും കേൾക്കാതെ വീണ്ടും സുനന്ദ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇല്ല എനിക്ക് പറ്റില്ല നിധി, എന്നോട് ക്ഷമിക്കണം, ഞാൻ പോകില്ല, എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല, സുഭാഷേട്ടനെ ഉപേക്ഷിച്ച് എനിക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഭാഷ് ഒച്ചപ്പാടും ബഹളവും കേട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ സുനന്ദ നിൽക്കുക കേട്ടോ. സുനന്ദ നിൽക്കുമ്പോൾ പെട്ടെന്ന് സുഭാഷ് ഞെട്ടിപ്പോവുക. അപ്പോൾ എന്താണെന്ന് ചോദിക്കുക എല്ലാവരോടും. അപ്പോൾ ഓടിച്ചെന്ന് നിധിയല്ല സുനന്ദ സുഭാഷേട്ടനെ കെട്ടിപ്പിടിക്കുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. അപ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചങ്കത്തോട് മാറോട് ഇങ്ങനെ ചേർന്ന് നിന്നിട്ട് പറയാം, സുഭാഷേട്ടൻ എനിക്ക് കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് കരയുക. അപ്പോൾ പെട്ടെന്ന് ആ നിമിഷത്തിൽ സുഭാഷ് അറിയാതെ സുനന്ദയെ ചേർത്ത് പിടിക്കുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ട് എല്ലാവരും ഞെട്ടിപ്പോവുക. അപ്പോൾ പെട്ടെന്ന് സുധീഷും ഹരീഷും പറയാണ്, ചേട്ടാ ഇത് ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കില്ല, അവളെ ഇറക്കി വിടാൻ പറയുകയാണ്. അപ്പോൾ സുഭാഷ് ചലിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുക, കാരണം സുനന്ദ കെട്ടിപ്പിടിച്ചിരിക്കുകയല്ലേ. അപ്പോൾ സുനന്ദ പറയുന്നു, ഇല്ല ഞാൻ പോകില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് സുഭാഷേട്ടനില്ല പറ്റില്ല എന്ന് പറയാം. അത് കേട്ടപ്പോൾ സുഭാഷിൻ്റെ മനസ്സൊന്ന് ഇടർന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം. പെട്ടെന്ന് നിധി പറയാണ്, സുനന്ദ എന്താണ് ഈ കാണിക്കുന്നത്? നാളെ നിൻ്റെ കല്യാണമാണ്, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി, ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഒന്നാകാൻ പറ്റില്ല, അതുകൊണ്ട് നീ എത്രയും വേഗം വീട്ടിലേക്ക് പോകും, നിൻ്റെ വീട്ടുകാരറിഞ്ഞ് അത് വലിയ പ്രശ്നമാകുമെന്ന് പറയുകയും അങ്ങനെ സുനന്ദയെ പിന്മാറ്റുവാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ ഒച്ചപ്പാട് മുഖടം കേട്ട് വേഗത്തിൽ നമ്മുടെ ഭാസ്കറിൻ്റെ ഭാഗത്തേക്ക് വരുമോ. ഭാസ്കറിന് ഇത് കണ്ടപ്പം പൊട്ടിത്തെറിക്കുന്നൊരു ഭാഗമുണ്ട്. നീയാണോ, എന്താണ് ഇവിടെ, നീ എൻ്റെ വീട്ടിൽ തന്നെ നിനക്ക് കാര്യം എന്ന് പറഞ്ഞ് സുനന്ദയെ വഴക്കുണ്ടാക്കിയ സുനന്ദയെ ചീത്ത വിളിച്ച് അവിടുന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുക. അപ്പോൾ പെട്ടെന്ന് സുനന്ദ പറയാം, അമ്മാവ ഇല്ല ഞാൻ പോകില്ല, എനിക്ക് സുഭാഷേട്ടൻ ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് വീണ്ടും ആവർത്തിച്ച് കരയുക. ഈ സമയത്ത് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് എല്ലാവരും കേട്ടോ. അപ്പം നിധി ആശ്വസിപ്പിക്കുക സുനന്ദേനെ കേട്ടോ. അപ്പോൾ പറയാണ്, അപ്പം എല്ലാവരോടും പറയാണ്, നിധി പറയാണ്, ഇത് സുനന്ദ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇപ്പോൾ സുനന്ദ പോകില്ലെന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാനാണ്, ഇറക്കി വിടാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് സുധീഷൊക്കെ ചോദിക്കുകയാണ്, പിന്നെ എന്ത് ചെയ്യാനാണെന്ന് പറയാണ്. അപ്പോൾ നിധി എന്ന് സുനന്ദയോട് ചോദിക്കുകയാണ്, സുനന്ദ നിനക്ക് സുഭാഷേട്ടൻ്റെ കൂടെ ജീവിക്കാനാണോ താല്പര്യമെന്ന് ചോദിക്കുക. അതെ എന്ന് പറയാണ്, എനിക്ക് സുഭാഷേട്ടനില്ലാതെ പറ്റില്ല, നാളത്തെ കല്യാണം നടക്കില്ല, ഞാൻ എന്ത് ചെയ്താലും നടന്നു കഴിഞ്ഞാൽ ഞാൻ മരിക്കും എന്ന് ഭീഷണി മുഴക്കുകയാണോ. അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി. സുനന്ദ ഇന്ന് രണ്ടും കൽപ്പിച്ചാണ് വന്നത്, എല്ലാ പ്രാവശ്യത്തെ പോലെ കളിപ്പീരല്ല എന്ന് മനസ്സിലാക്കുകയും എല്ലാവരും സുനന്ദയോട് ചോദിക്കുകയാണ്, നീ രണ്ടും കൽപ്പിച്ച അല്ലെങ്കിൽ സുഭാഷേൻ്റെ കൂടെ ജീവിക്കാൻ തന്നെയാണോ ഇറങ്ങി വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതെ, അതല്ലേ ഞാൻ പറഞ്ഞത്, എനിക്ക് പറ്റില്ല, ഞാൻ ഇനി പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുനന്ദ ഉറപ്പ് കൊടുക്കുകയാണ്. ഈ സമയത്ത് എല്ലാവരും കൂടെ ആലോചിക്കുകയാണ്. സുധീഷും ഹരീഷും നികേഷും നിധിയും കൂടി ആലോചിക്കുക. ആ സമയത്ത് ഭാസ്കരനും ഉണ്ട് കേട്ടോ. എന്തായാലും ഇനിയിപ്പം പറ്റില്ല, സുനന്ദ പോകാൻ സാധ്യതയില്ല, സുഭാഷേട്ടനെ വിട്ട് കളയാൻ സുനന്ദയ്ക്ക് പറ്റില്ല, സുഭാഷേട്ടനും അതുപോലെ തന്നെയാണ്, സുനന്ദയെ മറക്കുവാൻ കഴിയത്തില്ല. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്താലോ, എത്രയും വേഗം അവരുടെ കല്യാണം നടത്തിയാലോ എന്ന് ചോദിക്കുകയാണ്. സുധീഷാണ് അഭിപ്രായം പറയുന്നത് കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ ഭാസ്കരനും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഹരീഷൊക്കെ ചോദിക്കുകയാണ്, ഇപ്പോഴോ ഈ രാത്രിയിലോ എന്ന് ചോദിക്കുകയാണ്. ഈ രാത്രി തന്നെ കല്യാണം നടത്തണം, നടത്തിയിട്ട് ആളുകൾ അറിയുന്നതിന് മുമ്പ് ഒരു താലിച്ചരടെങ്കിലും കഴുത്തിൽ കെട്ടണം എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഭാസ്കറിന് ഓടിപ്പോയി തിരി കത്തിക്കുക, ദൈവങ്ങളുടെ മുന്നിൽ പോയി തിരി കത്തിക്കുന്ന ഒരു നിമിഷമുണ്ട് കേട്ടോ. ഇതുവരെയും കാണാത്ത ഒരു ഭാസ്കറിനെയാണ് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. അങ്ങനെ ഭാസ്കറിന് ഓടിച്ചെന്ന് ആ തിരി കത്തിക്കുമ്പോൾ എന്നിട്ട് എല്ലാവരോടും പറയാണ്, ഇങ്ങോട്ട് മാറി നിൽക്കടാ എന്ന് സുഭാഷിനോട് പറയാം. സുഭാഷ് പറയുക, അച്ഛാ എന്നായി കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ പറയുകയും എത്രയും വേഗം നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടാൻ പറയാം. അപ്പോൾ സുഭാഷ് പറയും, അത് നടക്കില്ല അച്ഛാ, അതൊക്കെ എന്താണ്, നാളെ ഇവളുടെ വിവാഹമാണ് എന്ന് പറഞ്ഞ് അവളെ സുനന്ദയെ പിന്മാറ്റുവാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെങ്കിൽ തൻ്റെ അനിയന്മാരായ സുധീഷും നികേഷും ഹരീഷും അതുപോലെ നിധിയും ഭാസ്കറിനും നിർബന്ധിച്ച് സുഭാഷിനെ കൊണ്ട് സുനന്ദയുടെ കഴുത്തിൽ താലി കെട്ടിക്കാൻ ശ്രമിക്കുക. ഈ സമയത്ത് താലിമാലയില്ലല്ലോ.
അപ്പോൾ പെട്ടെന്ന് അയ്യോ ഈ സമയത്ത് ഇപ്പോൾ രാത്രി ഒരുപാടായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും താലിക്കെന്ന് പറയുമ്പോൾ സുധീഷ് പെട്ടെന്ന് ചെന്ന് ഒരു കാര്യം ഓർക്കും കേട്ടോ. ഒരു ദിവസം സുനന്ദയെയും സുഭാഷിനെയും വിവാഹം നടത്തുവാൻ വേണ്ടി അമ്പലത്തിൽ പോയിരുന്നില്ല. ആ സമയത്ത് ഒരു താലിമാല മേടിച്ചിരുന്നു, അതും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് സുധീഷ്. പെട്ടെന്ന് സുധീഷ് പറയാണ് അതിനൊരു വഴിയുണ്ട്, എൻ്റെ കയ്യിൽ താലിയുണ്ടെന്ന് പറയുകയും അങ്ങനെ ഒരിക്കൽ ഇവരുടെ വിവാഹം നടത്തുവാൻ വേണ്ടി മേടിച്ച താലിമാല എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് മുറിയിൽ പോയി ആ താലിമാല എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് സുഭാഷിന് നേരെ നീട്ടുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ സുഭാഷിനെ കൊണ്ട് പെട്ടെന്ന് വലിച്ചുകൊണ്ട് പോയി 3 പേരും കൂടെ പോയി, അല്ലെങ്കിൽ സുധീഷും നികേഷും ഹരീഷും കൂടെ കൂടി പെട്ടെന്ന് വിവാഹ ഡ്രസ്സുകളൊക്കെ ഇടിയിപ്പിക്കുന്നുണ്ട്. എന്തായാലും വിവാഹ ഡ്രസ്സൊക്കെ വീട്ടിലുണ്ട്, കാരണം മുൻപൊരിക്കൽ വിവാഹത്തിന് ഒരുങ്ങി പോയതുകൊണ്ട് തന്നെ സുഭാഷിനെ കൊണ്ട് ആ ഷർട്ടും കൊണ്ട് ഉടുപ്പിക്കുന്നു. അപ്പം സുഭാഷ് വിസമ്മതിക്കുന്നുണ്ടെങ്കിലും അത് നിന്നു കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ പെട്ടെന്ന് വേഗത്തിൽ താലി എടുത്തുകൊണ്ട് സുധീഷ് കൊണ്ടുപോയി സുഭാഷിൻ്റെ കയ്യിലേക്ക് നീട്ടുമ്പോൾ ഭാസ്കരൻ പറയാം നിൽക്കടാ എന്ന് പറയാം. നിൽക്കടാ, ഇവിടെ കാർന്നോമാരിയ്ക്കുമ്പോൾ നീയാണോ താലിമാല എടുത്ത് കൊടുക്കുന്നത്, ഇങ്ങ് തരാൻ പറയുകയും അങ്ങനെ ഭാസ്കരൻ ആ സുധീഷിൻ്റെ കയ്യിൽ താലിമാല എടുത്ത് സുഭാഷിനെ കൈ കൊടുത്തിട്ട് പറയണം കെട്ടറ അവളുടെ കഴുത്തിൽ താലി എന്ന് പറയുക. അപ്പോൾ ദൈവങ്ങളുടെ മുന്നിൽ വെച്ച് മനസ്സോടുകൂടിയാണെങ്കിലും അല്ലെങ്കിൽ സ്നേഹമുണ്ട്, പക്ഷെങ്കിൽ കെട്ടുവാനോ കെട്ടാതിരിക്കുവാനോ പറ്റാത്ത അവസ്ഥയിലാണ് സുഭാഷ്. അങ്ങനെ സുനന്ദയുടെ കഴുത്തിലേക്ക് താലി ചാർത്തുവാൻ ശ്രമിക്കുമോ. അങ്ങനെ താലി ചാർത്തുന്ന സമയത്ത്, താലി കെട്ടുവാൻ കഴുത്തിലേക്ക് താലി ഇടുന്ന സമയത്ത് പുറത്തെ വാതിലിൽ ഒരു ചവിട്ടിൻ്റെ ശബ്ദം കേൾക്കാം. അങ്ങനെ പെട്ടെന്ന് എല്ലാവരും ഞെട്ടിത്തിരിയുമ്പോൾ കതക് ചവിട്ടി പൊളിച്ചുകൊണ്ട് സുനന്ദയുടെ അച്ഛനും അമ്മയും വരുന്ന ഒരു കാഴ്ചയാണ്. ഇത് കണ്ട് ഞെട്ടിപ്പോവുകയാട്ടോ. അതിനോടൊപ്പം സുനന്ദയുടെ അമ്മയും അച്ഛനും ഈ സുനന്ദയുടെ കഴുത്തിൽ താലി ചാർത്തുന്ന സുഭാഷിനെ കണ്ട് അതിശയിച്ച് നിൽക്കുന്നൊരു ഭാഗമൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വരും ദിവസത്തെ എപ്പിസോഡുമായി കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.